ചേച്ചിയുടെ മോളുടെ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ ചേച്ചിയുടെ വീട്ടിൽ വന്നായിരുന്നു. പിന്നെ അവർ എൻ്റെ അടുത്ത് വന്ന് 2 ദിവസം നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വന്നേക്കണേണ് കേട്ടോ. അപ്പോൾ എൻ്റെ പേരക്കുട്ടികളെയും ഇങ്ങോട്ട് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അവർക്കാണെങ്കിൽ ആരെങ്കിലുമൊക്കെ പുന്നാരിപ്പിക്കണ ഭയങ്കര ഇഷ്ടമാണ്. ഇളയവളാണെങ്കിൽ ഓടിപ്പോയി ചിഞ്ചു ആൻറ്റിയുടെ മടിയിൽ പോയി ഇരിക്കട്ടെ എന്നും പറഞ്ഞു. അങ്ങനെ മൂത്തവൾക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയി. അങ്ങനെ രണ്ടുപേരും അവിടെ പോയിരിക്കുകയാണ് കേട്ടോ. ഫുഡൊക്കെ കഴിക്കാനായിട്ട് വിളിച്ചിട്ട് അങ്ങനെ വരുന്നില്ല. പുന്നാരച്ചുണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഫുഡ് കഴിച്ചിട്ട് നമുക്ക് കളിക്കാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇവർക്ക് 5 മണിയാകുമ്പോൾ പോകണോണ്ടാണ് വൈകുന്നേരമായപ്പോൾ ഞാൻ ചക്കാട ഉണ്ടാക്കിയേട്ടാ. ചക്കാട ഉണ്ടാക്കിയപ്പോൾ 5 മണിയായി. 5 മണിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോഴാണ് 5 മണിക്ക് ചായ കുടിക്കാൻ എടുത്തു കൊടുത്തത്. ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ചൂടിൻ്റെ ഒരിത് കൊണ്ട് കൈ പൊള്ളിയെന്ന് തോന്നണ്. എങ്കിലും ഉണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞു എന്തൊരു ആക്രാന്തമാണ് ഇതെന്നൊക്കെ പറഞ്ഞ് കളിയാക്കണായിരുന്നു. അപ്പോൾ ചൂടേപ്പൊടി അപ്പോൾ അവിടെ ഞാൻ പേസ്റ്റ് ഇരിപ്പുണ്ടായിരുന്നു. പുള്ളി വിചാരിച്ച് അത് എന്താണ് സോസാണെന്ന് വിചാരിച്ച്. അയ്യോ അത് സോസല്ല, അതെൻ്റെ പേസ്റ്റാണ്, അതാരാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ പിള്ളേരാരണ്ടോ എന്നും പറഞ്ഞ് ഞാൻ എടുത്തുകൊണ്ട് പോയി. മേനെ അതും കൂടി തിന്നുമെന്ന് പറഞ്ഞ് ഇങ്ങനെ കളിയാക്കിയേട്ടാ. അപ്പോൾ ഈ ചൂടുള്ള അടായിട്ട് ചിന്നുവിൻ്റെ വായിലേക്ക് കുറച്ച് വെച്ച് കൊടുത്തു. അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഭയങ്കര ചൂടായിരുന്നു. ആ ചൂടിൻ്റെ അവളുടെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ ഞങ്ങളെല്ലാവരും ചിരിച്ചു പോയി. അങ്ങനെ അവൾ വേഗം തന്നെ ടീഷിനെ കൊട്ടണുണ്ടായിരുന്നു. എന്ത് തന്നെയായാലും കുറച്ച് സമയമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പോകണ്ടേ നമുക്ക്.